Good morning, my dear students. I hope all are keeping safe in your home. All are warmly welcome to Social Science class. Social Science first Unit 3. Public Administration ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്. അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും, അതായത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം, ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഉദ്യോഗവൃന്ദം, ബ്യൂറോക്രസി ഇൻ ഇന്ത്യ, ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അസൈൻമെന്റുകളും പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അഥവാ ഭരണ നവീകരണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണ നവീകരണം അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. എന്താണ് ഭരണ നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഴയതിൽ നിന്നും മാറി എന്തെല്ലാം മാറ്റങ്ങളാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സേവനങ്ങളിലും വന്നിട്ടുള്ളത്? A number of steps are taken by government for increasing the efficiency of service and to provide service to people in a time-bound manner. They are known as administrative reforms. അതായത് ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ടൈം ഗ്യാപ്പ് കാലവിളംബരം കൂടാതെ സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവയാണ് ഭരണ നവീകരണം എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ റിഫോംസിനെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 റിഫോംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ e-governance. One more time, e-governance. Then second one, RTI. RTI means Right to Information Act. അഥവാ വിവരാവകാശ നിയമം. Then third reforms, Right to Service. Right to Service means സേവന അവകാശ നിയമം. അപ്പോൾ നമുക്കിനിയും ഓരോ റിഫോംസിനെ കുറിച്ചും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് e-governance ആണ്. e-governance കഴിഞ്ഞ വർഷം SSLCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. e-governanceന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നായിരുന്നു ക്വസ്റ്റ്യന്. അപ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ് e-governance? e-governance എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗത്തിനാണ് e-governance എന്ന് പറയുന്നത്. Listen one more time. E-governance is the use of electronic technology in administration. This helps to obtain government services easily and speedily manner. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവനായി ഓൺലൈൻ സംവിധാനത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ സേവനങ്ങൾ സ്പീഡിലാക്കുക, അതായത് വേഗത്തിലാക്കുക, സുതാര്യമാക്കുക, ഇതാണ് ഈ ഗവേണൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് വരുന്ന ഉദാഹരണങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സസ്. ദെൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് സ്കോളർഷിപ്സ് എക്സെട്ര ഫോർ എക്സാമ്പിൾ ഓഫ് ഇ ഗവേണൻസ്. അതായത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള സിംഗിൾ വിൻഡോ, അതായത് ഏകജാലക അപേക്ഷ, അതോടൊപ്പം വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ നേരിട്ട് അക്ഷയയിൽ ചെന്ന് അന്വേഷിക്കുകയാണ് ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും അതും അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ
ജനങ്ങളിൽ എത്തിക്കുന്ന സംവിധാനത്തിനാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ലിസൺ വൺ മോർ ടൈം. എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ജനങ്ങളിൽ എത്തിക്കുന്ന സംവിധാനമാണ് ഇ ഗവേണൻസ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എവിടെയിലൂടെയാണ്? അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ്, അല്ലെ? അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ഉറപ്പുവരുത്തുന്നു. ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഇ ഗവേണൻസിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ പ്രധാനമായും മെയിനായിട്ട് 4 പോയിന്റ്സ് ആണ് അതിലേക്ക് വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഇ ഗവേണൻസ്. ഫസ്റ്റ് പോയിന്റ്, നീഡ് നോട്ട് വെയിറ്റ് ഗവൺമെന്റ് ഓഫീസ് ഫോർ സർവീസ്. അതായത് സേവനത്തിനായി നമുക്ക് എവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല? ഗവൺമെന്റ് ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് എന്താണ് സേവനങ്ങൾ ലഭ്യമാകാം. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സർവീസ് ഓഫേർഡ് സ്പീഡ്ലി വിത്ത് ലെസ്. സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭ്യമാക്കുന്നു. ഈ ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇ ഗവേണൻസിന്റെ പ്രാധാന്യം ബുക്കിനകത്ത് ഇത് അസൈൻമെന്റ് ആയിട്ടും എഴുതേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഗവേണൻസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് റിഫോം എന്ന് പറയുമ്പോൾ RTI എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ, അറിയാനുള്ള അവകാശമാണ്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 RTI ആക്ട് ആണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ അഥവാ വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത്. നമുക്ക് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാം. നേരത്തെ ഈ യൂണിറ്റിന് ആദ്യം നമ്മൾ മനസ്സിലാക്കി 10 രൂപയുടെ കോപ്പി സ്റ്റാമ്പ് വെള്ള പേപ്പറിൽ ഒട്ടിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ 30 ദിവസത്തിനകം നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ വിവരങ്ങൾ കിട്ടും. പക്ഷെ എന്ന് കരുതി ഇപ്പോൾ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാറില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് RTI വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷനും 10 കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനുകളിൽ ഉണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ സ്ട്രക്ചർ. ഇനിയും നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യമായി, അതായത് കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടും. അപ്പോൾ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ ഇനിയും നിരസിക്കുകയോ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കൃത്യമാണെന്നും ഇങ്ങനെ വിവരം നമുക്ക് ലഭിച്ചില്ലെന്നും കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് 250 രൂപ വീതം ഫൈൻ ചുമത്താൻ ആർക്ക് അധികാരമുണ്ട്? കമ്മീഷന് അധികാരമുണ്ട്. ഇതാണ് RTI. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RTI എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ്, അറിയാനുള്ള അവകാശം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
RTI ആക്ട് നിലവിൽ വന്നത് 2005 ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനമാണ് വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്തതായി മൂന്നാമത്തെ റിഫോമാണ് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ റിഫോം എന്ന് പറയുമ്പോൾ സേവന അവകാശ നിയമം അഥവാ റൈറ്റ് ടു സർവീസ്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് സേവന അവകാശ നിയമം അഥവാ റൈറ്റ് ടു സർവീസ്. ഇനിയും ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം എന്താണ് റൈറ്റ് ടു സർവീസ് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇനിയും അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം ഒരു സിറ്റിസൺ അഥവാ പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്താണ് പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. അതായത് ഫൈൻ കൊടുക്കണം. ഇനിയും റൈറ്റ് ടു സർവീസ് അനുസരിച്ച് എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് എന്താണ് ഗൈഡൻസ് കൊടുക്കാനും അതായത് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായിട്ടും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ സേവന അവകാശ നിയമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റൈറ്റ് ടു സർവീസ് അനുസരിച്ച് എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് എന്താണ് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടി മാത്രമല്ല സഹായിക്കുന്നതിന് വേണ്ടിയും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും അടുത്തത് ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി കറപ്ഷൻ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 തലത്തിലാണ്. ഭരണതലത്തിലും അഡ്മിനിസ്ട്രേഷനിലും ഉദ്യോഗതലത്തിൽ എന്ന് പറയുമ്പോൾ ഏതാണ് ബ്യൂറോക്രസിയാണ്. തന്നെ പൊളിറ്റിക്കൽ ഫീൽഡ് രാഷ്ട്രീയ തലത്തിലും 3 തലത്തിലാണ് അവിടെ. ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ. ഏതാണ് കറപ്ഷൻ തടയുന്നതിന് വേണ്ടി രൂപ നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് പറയാമോ? 1 ലോക്പാൽ, 2nd 1 ലോകായുക്ത, 3rd 1 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, then 4th 1 ഓംബുഡ്സ്മാൻ. ഇനി ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാൽ. ലിസൺ വൺ മോർ ടൈം. നാഷണൽ ലെവലിലാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള കറപ്ഷൻ ഇല്ലാതാക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ഇനിയും സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ഇനിയും 3rd പോയിന്റ് നമ്മൾ മനസ്സിലാക്കി സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡിന് ചോദിക്കുന്നതാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 1964 ആണ്. ഇനിയും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലെ അതുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് നാഷണൽ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇനിയും സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അതിൻ്റെ തന്നെ സെയിം മാതൃകയിൽ സ്റ്റേറ്റ് ലെവല് സംസ്ഥാന തലത്തിലും എന്താണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയും സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല.
അപ്പോൾ ഭരണരംഗത്തെ അഴിമതി തടയാനുള്ള മറ്റൊരു സമിതിയാണ് ഓംബുഡ്സ്മാൻ. അഴിമതി തടയുന്നതിനുള്ള മറ്റൊരു സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. ജനങ്ങൾക്ക് നേരിട്ട് പോയി വ്യക്തിപരമായി പരാതി ബോധിപ്പിക്കാവുന്ന ഒരു സമിതിയാണ് ഓംബുഡ്സ്മാൻ. ഹൈക്കോർട്ടിൽ നിന്ന് റിട്ടയർ ആയ ജഡ്ജിയാണ് ഇതിന്റെ ചെയർമാൻ അഥവാ ഓംബുഡ്സ്മാൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഭരണരംഗത്തെ അഴിമതി തടയാനുള്ള സമിതികളും സ്ഥാപനങ്ങളെയും കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ലോക്പാൽ. ലോക്പാൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനമാണ് ലോക്പാൽ. സെക്കൻഡ് വണ് ലോകായുക്ത. ലോകായുക്ത എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലാണ്, സംസ്ഥാന തലത്തിൽ. പിന്നെ നമ്മൾ പഠിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1964 ആണ്. ഇപ്പൊ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് ജഡ്ജി ആയിട്ടുള്ള സമിതിക്കാണ് ഏതാ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന യൂണിറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അസൈൻമെന്റുകൾ ഞാൻ തന്നു. ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ അസൈൻമെന്റുകൾ ഞാൻ തരുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് പഠിച്ചത് ഇ ഗവേണൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇ ഗവേണൻസ്? ദെൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനും ഉണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2005 ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്പ് ടേക്കൻ ടു പ്രിവെന്റ് കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അസൈൻമെന്റുകൾ നോട്ട്ബുക്കിൽ എഴുതുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക എന്നുള്ളത്. അപ്പോൾ ക്ലാസ് പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.